ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ശ്രീലുവിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ചെറുത്. അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ ചെറിയൊരു പരിപാടി ഉണ്ടാക്കി. ആരും വിളിച്ചിട്ടൊന്നുമില്ല, കാരണം പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആണ്. പിന്നെ അന്നും വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ പിന്നെ പകലൊന്നും നമുക്ക് പ്രോഗ്രാം അങ്ങനെ വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരത്താവുമ്പോൾ പിറ്റേ ദിവസം പോകണ്ട എല്ലാവർക്കും. അപ്പോൾ പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. തറവാട്ടിൽ നിന്നും പിന്നെ അമ്മമ്മേൻ്റെ അവിടെ നിന്നും പിന്നെ ഷിജിയേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. അപ്പോൾ അതാ അന്ന് സംക്രാന്തിയും കൂടെയാണ്. സംക്രാന്തി എന്ന് പറഞ്ഞാൽ കർക്കിടക മാസത്തിൻ്റെ മുന്നത്തെ ദിവസം, മീൻസ് മിഥുനം 32 കേട്ടോ ഡേറ്റ്. അപ്പോൾ അന്ന് നമ്മൾ ചില വീടുകളിലൊക്കെ പിന്നെ ഇതുണ്ടാക്കും, വെച്ച് കൊടുക്കും. നമ്മൾ വാവിനൊക്കെ ചെയ്യണ പോലെ തന്നെ തലേ ദിവസം വെച്ച് കൊടുക്കണ ഇതുണ്ട്. അപ്പോൾ ഇവിടെയും തന്നെ വെച്ച് കൊടുക്കും കേട്ടോ. ഇവിടെയല്ല, തറവാട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്കും തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ബട്ടർഫ്ലൈൻ്റെയാണ്. അപ്പോൾ അതാ ഞാൻ മന്തിയും പിന്നെ അതേപോലെ തന്നെ അൽഫാമും ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതാ കണ്ടോ, അൽഫാം പറഞ്ഞൊരു ഷവായിൻ്റെ ഒക്കെ ഒരു ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം കൂട്ടൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റേതായ ഒരു റെസിപ്പിയൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മസാലയൊക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ അതാ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് തുടങ്ങിയിട്ടുണ്ട് പരിപാടി. കേക്കിൻ്റെ പരിപാടിയുമേലായിരുന്നു അങ്ങനെ ആദ്യം. പിന്നെ ഞാൻ ചിക്കനും തന്നെ ആദ്യം കുക്കറിലൊന്ന് വേവിച്ചിട്ട് പിന്നെ പാനിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഗ്രേവിയാക്കി എടുത്തതാണ് കേട്ടോ. എണ്ണയിലിട്ട് പൊരിച്ചെടുത്തതൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ കുക്കറിലൊന്ന് വേവിച്ചാൽ പെട്ടെന്ന് ആവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ മന്തി തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ വെച്ചെടുക്കണ ഇതുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഭയങ്കര ബർത്ത്ഡേ പറഞ്ഞപ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ ബർത്ത്ഡേ അറിയുമ്പോൾ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് 4 ബലൂണൊക്കെ വാങ്ങിയിരുന്നു. എവിടെയും തൂക്കിയിട്ടിട്ടൊന്നുമില്ല കേട്ടോ, ഹാങ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹാങ് ചെയ്യണ. ഹാപ്പി ബർത്ത്ഡേൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഡബിൾ പിന്നെ സൈഡ് ഒട്ടിക്കണ ടാപ്പ് ഇടണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും വേണ്ടാച്ചു. അപ്പോൾ അത് ശിബേട്ടൻ വന്നിട്ടുണ്ട്. ശിബേട്ടൻ ഇപ്പോൾ പെരിന്തൽമണ്ണയും അതുപോലെ തന്നെ മലപ്പുറത്തൊക്കെയാണ് കേട്ടോ പണി. അപ്പോൾ അവിടുന്ന് എത്താൻ കുറച്ച് ലേറ്റാവും. ഇന്നിപ്പോൾ നേരത്തെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ശിബേട്ടൻ കുളിക്കുകയാണ്. കുളി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മേലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ മുകളിലും തന്നെ ഇന്ന് നെയ്യപ്പവും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുണ്ടാക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഇന്നിപ്പോൾ ഇവിടെ മന്തിയും ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ അവിടെ കുറച്ചുണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അമ്മേനോട്. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അവിടേക്കൊന്നും ഞാൻ പോയി നോക്കിയിട്ട് തന്നെ അല്ല കേട്ടോ. കാരണം ഇവിടെ ഇത് ഉണ്ടാവുകൊണ്ട് ഇതിൻ്റെ പുറകിലേന്നു കേട്ടോ. പിന്നെ അതാ കുട വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയന്ന് കുട വണ്ടിയിൽ വെച്ചതാണ്, മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ണനോട് പറഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 7 മണി 6:45 7 മണിയൊക്കെ ആയപ്പോഴത്തേന് തറവാട്ടിക്ക് പോയിട്ടോ. ഒരു 7:30 ആകുമ്പോഴത്തേന് ഷിജിയേട്ടനും ഇവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു, ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ തറവാട്ടിക്ക് എത്തിയതാണ്. അച്ഛ വെച്ച് കൊടുക്കേണ്ട ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ വെച്ച് കൊടുക്കണത് ഉണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില വീടുകളിലൊക്കെ ഉണ്ടാവും, ചിലയിടത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ കന്നിമൂല റൂം കേട്ടോ. അപ്പോൾ അവിടെയാണ് വെച്ച് കൊടുക്കണത്. അപ്പോൾ അച്ഛ ഇരിക്കണ ഭാഗത്തൊരു ചെറിയ കട്ടിലും കൂടെ ഉണ്ട് കേട്ടോ. അച്ഛയ്ക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ മേലേക്ക് ഇട്ടതാണ് കേട്ടോ. അതാണ് അങ്ങനെ ഒന്നിച്ചിട്ടതാണ്. അപ്പോൾ ആ ബെഡ് ഇങ്ങനെ തൂങ്ങി കിടക്കാണ് കേട്ടോ. അതിമേലാണ് കുട്ടികളിരുന്ന് ഇങ്ങനെ വരച്ച് വരുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ പൂജയും ഇതൊക്കെ കഴിഞ്ഞ് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോഴത്തേന് ഷിജിയേട്ടനും ഇവരൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് താഴത്തേക്ക് തന്നെ പോയിട്ടോ. തൊഴുത് പ്രസാദവും വാങ്ങി നിന്നപ്പോഴാണ്, പ്രസാദം അങ്ങനെ കഴിച്ച് നിന്നപ്പോഴാണ് അവരൊക്കെ വരുന്നത് കേട്ടോ. അപ്പം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് താഴത്തേക്ക് പോയിട്ടോ. അപ്പോൾ അതാ കണ്ടോ, താഴത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണുവേട്ടനും ഇവരൊക്കെ വന്നപ്പോൾ കുറച്ച് മഴ കൊണ്ടിട്ടുണ്ട് കേട്ടോ. കുടയിൽ പോകുന്നതുകൊണ്ട് വണ്ടിയിലല്ല വന്നത്. അപ്പോൾ കുറച്ച് മഴ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അമ്മമ്മേൻ്റെ അവിടെ നിന്ന് പിന്നെ അമ്മമ്മ ഇവരൊന്നും പോന്നിട്ടില്ല കേട്ടോ. കാരണം ഇരുട്ടായിട്ടില്ലേ, പിന്നെ മഴയാണ്, വണ്ടിയുമ്പോൾ പോരാ വിചാരിച്ചാൽ മഴയും കൊണ്ട് പോരണ്ടായിരുന്നാണ്ട് അവരൊന്നും പോന്നിട്ടില്ല കേട്ടോ. ഇവർ തന്നെ വന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാനും ഇതിനൊന്നും നിന്നില്ല, പുറത്ത് നല്ല മഴയല്ലേ. അപ്പോൾ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ.
പിന്നെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ആൾക്കാരൊന്നും വരാനുമില്ലല്ലോ. ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചീനെയും അമ്മേനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊന്നും പിന്നെ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വരാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവർ വന്ന കഥ അങ്ങനെ പറയായിരുന്നു കേട്ടോ. വേണുവേട്ടൻ നല്ലോണം നനഞ്ഞു, ഒരു കുടയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കഥയൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കേക്ക് മുറിച്ചു കേട്ടോ. ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു കേട്ടോ. വിളമ്പാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. ബട്ടർഫ്ലൈൻ്റെ കേക്കാണ്. കണ്ടല്ലോ, സൂപ്പറാണോ? അഭിപ്രായം ഒന്ന് പറയാൻ കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അത് സൈഡിൽ കൂടെ അങ്ങനെ വെച്ചത് ഞാൻ കേക്കിൻ്റെ മറ്റേ കപ്പ് കേക്കിൻ്റെ മോൾഡ് വാങ്ങണം വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനത് വിട്ടുപോയിട്ടോ അന്ന്. അപ്പോൾ ജസ്റ്റ് ചെറിയ ചെറിയ പാത്രത്തിൽ ഇങ്ങനെ കപ്പ് കേക്കിൻ്റെ മരത്തത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ബൗളിലാക്കി കണ്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. എന്നാൽ കുട്ടികൾക്കൊക്കെ വേഗം കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു. കേക്കും തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എൻ്റെ അഭിപ്രായം പറയുക. അല്ല കേട്ടോ, നല്ലതായിരുന്നു പറഞ്ഞു കേട്ടോ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday. പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും അച്ഛി എല്ലാവരും ശ്രീലുമൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ലേ. കുറച്ച് കുട്ടികൾ കഴിക്കണ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫുഡും തന്നെ ഉണ്ടാക്കി വെച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അന്ന് എന്തോ തിരക്കായതുകൊണ്ട് വിട്ടുപോയിട്ട് ഞാൻ ലച്ചുമോളോട് പറഞ്ഞു. പക്ഷേ മൂപ്പത്തി അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വിട്ടുപോയതാ തോന്നുന്നു. അവളും തന്നെ നല്ല കളിയിലായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായപ്പോൾ. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുമെന്ന് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു. ഫുഡും തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. ചിക്കൻ്റെ എൻ്റെ പുതിയ റെസിപ്പിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇടണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഇടണ്ടേ. സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സപ്പോർട്ടാക്കി തരണം കേട്ടോ. വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്